നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് പിടികൂടിയത് നാടകീയ നീക്കങ്ങളിലൂടെയാണ്. 2 കാറുകൾ വട്ടമിട്ടാണ് റിസോർട്ടിന്റെ മുന്നിൽ നിന്നും ബോച്ചയെ പിടികൂടിയത്. രാവിലെ റിസോർട്ടിന് പുറത്തേക്ക് കാറിൽ പോകാൻ ശ്രമിച്ച ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒളിവിൽ പോകാതിരിക്കാനായി പുലർച്ചെ 4 മണി മുതൽ പോലീസ് സംഘം ഇവിടെ കാത്തുനിന്നു. തുടർന്നാണ് സിനിമാ സ്റ്റൈലിൽ കാർ വട്ടമിട്ട് ബോബിയെ പിടികൂടിയത്. അധിക്ഷേപിച്ച് സംസാരിച്ചു എന്ന് നടി ഹണി റോസിന്റെ പരാതി തുടർന്നാണ് വയനാട്ടിലെ ഫാം ഹൌസിന് സമീപത്ത് വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ലോക്കൽ പോലീസ് പോലും അറിഞ്ഞത് അവസാന നിമിഷമാണ്. എറണാകുളം സെൻട്രൽ പോലീസും വയനാട് SP-യുടെ സ്ക്വാഡും ചേർന്നാണ് രാവിലെ 9 മണിയോടെ ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. വയനാട് മേപ്പാടിയിൽ 1000 ഏക്കർ എന്ന പേരിലുള്ള ബോബിയുടെ റിസോർട്ട് പോലീസ് പുലർച്ചെ മുതൽ വളഞ്ഞിരുന്നു. പുലർച്ചെ വയനാട്ടിലെത്തിയ കൊച്ചി പോലീസ് രാവിലെ 7:30യോടെ റിസോർട്ടിലെത്തി 9 മണിക്ക് ബോബിയെ കസ്റ്റഡിയിലെടുത്തു. 2 ദിവസമായി ബോബി വയനാട്ടിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബോബിക്കെതിരെ കേസെടുത്തതിനു പിന്നാലെയായിരുന്നു പോലീസിന്റെ നാടകീയ നീക്കം. ഒളിവിൽ പോയ ശേഷം മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആ നീക്കമാണ് പോലീസ് പൊളിച്ചത്. റിസോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നതിനിടെ വിവരം പുറത്തറിഞ്ഞു. പിന്നാലെ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴേക്കും മേപ്പാടിക്കടുത്തുള്ള പുത്തൂർ വയലിലെ AR ക്യാമ്പിലേക്ക് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി. 1.5 മണിക്കൂറോളം AR ക്യാമ്പിൽ ചെലവഴിച്ച ശേഷം 12 മണിയോടെയാണ് പോലീസ് വാഹനത്തിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. മാധ്യമപ്രവർത്തകർക്ക് ബോബിയുടെ ദൃശ്യങ്ങൾ പകർത്താനുള്ള എല്ലാ സാധ്യതകളും പോലീസ് അടച്ചു. കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബോബി കൈ ഉയർത്തി കാണിച്ചു. കൊച്ചിയിലേക്ക് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ ബോബി ചെമ്മണ്ണൂർ അനുമതി തേടിയെങ്കിലും പോലീസ് അനുവദിച്ചില്ല. ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിക്ക് നൽകുന്ന പരിഗണന മാത്രമേ നൽകൂവെന്ന് പോലീസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേസിൽ ഇടപെട്ട കാര്യവും പോലീസ് ബോബിയെ അറിയിച്ചിരുന്നു. News 18 കൊച്ചി.